Okay. Bye. വിനയൻ നായർക്ക് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് ഗായ്സ്. ബാറിൽ ജാതി പറയരുത്. ഓക്കെ സോറി. നമ്മുടെ മുത്തായ വിനയന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് ഗായ്സ്. മതി മതി അല്ലേ? ബാക്കി ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ ഒരിക്കൽ പോലും പരോൾ ലഭിക്കാത്ത 3 വർഷത്തെ ജയിൽവാസം ദാ അവസാനിച്ചിരിക്കുന്നു. Now I am a free bird. സർ എന്താ വേണ്ടത്? കഴിഞ്ഞ ദിവസം എടുത്ത ബീർ തന്നെ മതിയോ? മതി. ബീർ തന്നെ എടുത്തോ. സർ, ബീറിനോട് കഴിക്കാൻ എന്തെങ്കിലും? വാട്ട് യു ഹാവ്? എന്താ ഉള്ളത്? ബീഫ്, പോർക്ക്, ചിക്കൻ എല്ലാ ഐറ്റംസും ഉണ്ട് സർ. എനി ഫിഷ് ഐറ്റംസ്? ചെമ്പല്ലി ഉണ്ട് സർ, പൊള്ളിച്ചതാ. വലുതാണോ? ഞാൻ മുമ്പൊരിക്കൽ ഇവിടുന്ന് ഒരെണ്ണം കഴിച്ചിട്ടുണ്ട്. അത് വലുതായിരുന്നു. അത് സെർവ് ചെയ്തത് നീ ആയിരുന്നില്ല. എനിക്ക് മിക്കവാറും ഡ്യൂട്ടി റൂഫ് ടോപ്പിലായിരിക്കും സർ, അതുകൊണ്ടായിരിക്കും സാർ കാണാത്തത്. ചെമ്പല്ലി വലുതൊരെണ്ണം എടുത്തോ. വലുതാണ് സർ, 1.5 കിലോങ്ക് കാണും. ഓക്കെ സർ. ഈ പഠിക്കുന്ന കാലം മുതൽ തന്നെ വിനയൻ നമുക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. അത് ശരിയാ. വിനയനെ കണ്ടുപിടിക്കുന്ന എന്റെ ഉമ്മ പോലും എന്നെ ഉപദേശിക്കും. ഞാൻ നിങ്ങൾക്ക് പാർട്ടി എന്തിനാ വെറുതെ എന്നെ പൊക്കി പറഞ്ഞ് കേട്ടോണ്ടിരിക്കാനാ? നിങ്ങൾ അടിച്ചേ. അതൊരു 2 കേസും. ഓക്കെ. മാരേജ് ഇസ് ഇൻ ഹെവൻ. അതെ, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു, വേർപിരിയൽ ബാറിൽ അവസാനിക്കുന്നു. സർ എന്താ വേണ്ടത്? എന്താ സർ? താൻ ഏകദേശം ഒരു ദിവസം
ഈ ബാറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ടാവും? അറിയില്ലല്ലേ? ആ പോ. ഞാൻ സർ വാട്ട് യു വാണ്ട്? ആ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. നിങ്ങളെ ഈ ബേററില്ലേ, ഇപ്പോൾ പോയ ബേറർ അയാൾ ഏകദേശം ഒരു ദിവസം ഈ ബാറിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ടാവും? അങ്ങനെ ചോദിച്ചാ സർ ചെമ്പ്. താങ്ക് യു. സർ ഓക്കെ. സർ അവന്മാർ അലമ്പാവുന്ന തോന്നുന്നത്. അധികം മൈൻഡ് ചെയ്യണ്ട. ഇവിടെ മെമ്പർഷിപ്പുള്ള പല വമ്പന്മാരുടെ മക്കളാ. നോക്കിയും കണ്ടൊക്കെ നിന്നേച്ചാ മതി. ഓക്കെ സർ. പിന്നെ മദ്യം വിളമ്പുന്നവന് ക്ഷമ വേണം. നിനക്കാ ക്ഷമയുണ്ട്. അതുകൊണ്ടല്ലേ ദൈവം നിന്നെ ഈ ജോലിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നല്ല സമരിയക്കാരാ. ഇത് കൂടും. ഇന്ന് അത്ര നല്ല ദിവസമല്ലെന്നാ തോന്നുന്നത്. സോഡ വേണോ സർ? ഒന്നും വേണ്ട, ഡ്രൈ അടിക്കാനാ മൂഡ്. ഓക്കെ സർ. ആ സാറ് വന്നോ? ഇവിടെ എല്ലാവർക്കും ഓരോ പെഗ് റിപ്പീറ്റ്. കഴിക്കാൻ എന്തെങ്കിലും വേണോ സർ? ഒന്നും വേണ്ട. എന്തെങ്കിലും പറയടോ. ഒന്നും വേണ്ട. നിന്റെ ഡിവോഴ്സ് പാർട്ടി അല്ലേ? എടാ, ഉന്നോടത് ലവ് മാരേജ് താനേ? അത് അസ്ഥിക്ക് പിടിച്ച പ്രണയം. അസ്ഥിക്ക് പിടിച്ചത് ഹൃദയത്തിൽ പിടിക്കണമെന്നില്ല. ഒന്നിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴേ അത് മനസ്സിലാവും. എന്റെ അളിയ, ഈ പ്രേമിക്കുന്ന ഒരു വർഷം വിവാഹം കഴിക്കാനാവാം എന്ന് കരുതി ഡിവോഴ്സ് ചെയ്യാതിരിക്കാനല്ല. അല്ലെങ്കിൽ ഈ വക മിക്ക കേസുകളിൽ പ്രേമിക്കാനും വേർപിരിയാനും മുൻകൈ എടുക്കുന്നത് ഇതുപോലത്തെ പെണ്ണുകൾ തന്നെയാണ്. குடிச்சாலும் இந்த ஆம்பளைங்க பொண்ணுங்களை தப்பு மட்டும் தான் சொல்லுவீங்கல்ல? മദ്യം, സരക്ക്, പുരിഞ്ചിത, മദ്യം അകത്തി എന്ന മനുഷ്യൻ സത്യമേ പറയൂ. പക്ഷേ ഇവൻ ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ഓ, ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരാം. ഓക്കെ. അവനോട് പറയട്ടെ. അവളെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. ശരിക്കും ഓർമ്മ വരുന്നില്ല. ബേറർ. ഓ എന്താ സർ? ഒരു ബീറോട് എടുത്തോ. ഓ, ആ പോയ പെൺകുട്ടിയെ താൻ അറിയുമോ? ഇല്ല സർ. നീ പൊക്കോ. ഓ, അവൾ എൻ്റെ ജീവിതത്തിൽ എവിടെയോ ഇടപെട്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മ വരുന്നില്ല. ഐ കാൻ റിമെമ്പർ അറ്റ് ഓൾ. നല്ല ഓർമ്മകൾ മാഞ്ഞു പോകുന്നത് ഒരു കണക്കിന് വാർദ്ധക്യത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. യെസ്, ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫോർ ഓൾഡ് പീപ്പിൾ. എടോ, ആ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് പിടികിട്ടി. അവളെൻ്റെ 18ാമത്തെ കാമുകയായിരുന്നു. அதுக்குள்ள எல்லாரும் குடிச்சே முடிச்சாச்சா? ആദ്യ പെഗ് കഴിക്കാനാ കുറച്ച് പാട്.
അത് കഴിഞ്ഞാ പിന്നെ നൈൽ നദി പോലെ ഒഴുകിക്കോളും. ഏത്? ഓ എടാ ഈ ആഘോഷിക്കാൻ വന്നിട്ട് നിന്റെ മുഖത്തൊരു സന്തോഷം കാണല്ലോ. എന്തു പറ്റിയടാ? എന്തു പറ്റിയുടെ വിനയ? എടാ വിനയ, ഒന്നുമില്ലടാ. എങ്കിൽ ഇവന്റെ സന്തോഷം കൂട്ടാൻ എന്റെ വക ഒരു ലവ് കഴിക്കടാ, കഴിക്ക്. ലൗസി, ആ പ്രചോദനത്തുള്ളി. ഒരു കാലത്ത് അവൾ എൻ്റെ ജീവിതത്തിൻ്റെ പ്രചോദനത്തുള്ളിയായിരുന്നു. പ്ലീസ് ഫിലോസഫി വേണ്ട. ഭാര്യയിൽ അതൊന്നും സഹിക്കാൻ കഴിയില്ല. സോറി. ഓക്കെ. സാർ ഇനി എന്തെങ്കിലും? താൻ ഈ ജോലി തുടങ്ങിയിട്ട് എത്ര വർഷമായിടൂ? ഒരു 20-25 വർഷമായി കാണും സാർ. തനിക്കിത് മടുക്കില്ലേ? കാണാൻ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മടുക്കില്ല സാർ. പിന്നെ ജീവിച്ചു പോണ്ടേ. യു ആർ റൈറ്റ്. എവറിത്തിങ് ബിഗിൻസ് വിത്ത് എ ഡ്രീം. താനേ ഒരു ബീറു എടുക്കും. ഓക്കെ സാർ. ആ എടോ, താൻ ഈയിടെയായിട്ട് കസ്റ്റമേഴ്സിനോട് അധികം സംസാരിക്കുന്നുണ്ട്. അത് തൻ്റെ ജോബ് എത്തിക്സിനെതിരാണെന്ന് അറിഞ്ഞുകൂടെ തനിക്ക്? തനിക്കിതൊന്നും അറിയത്തില്ലടോ. സാർ, ഓർഡർ എടുക്കാൻ ചില സമയത്ത് അവരോരോന്ന് ചോദിക്കുമ്പോൾ ഞാനതിന് ഉത്തരം പറയുന്നില്ലാതെ അടുപ്പൊന്നും കാണിക്കാറില്ല സാർ. അധികം ലോഹ്യൊന്നും വേണ്ട സാർ. താൻ തൻ്റെ പണിയെടുത്തേച്ചാൽ മതി. മുതലാളിയുടെ സ്വഭാവം അറിയാലോ എനിക്ക്. ഞാൻ അങ്ങനെ വിളിച്ച് പറയട്ടെ ഇതെല്ലാം. ഹലോ. ആ, ഇങ്ങോട്ട് കാണാറില്ലല്ലോ. ആ, ഇങ്ങോട്ട് വാ. ഇടയ്ക്ക് ഇങ്ങോട്ട് ഞങ്ങളെ കാണാൻ വാ. ഹലോ ഹലോ. സാർ, കഴിക്കാൻ എന്തെങ്കിലും? വെജിറ്റബിൾ സലാഡ് എടുത്തു. ഓ, അത് ക്യാപ്സിക്കം വേണ്ട. ജിജി മറോണി, കാൽപന്ത് കളിയിൽ അങ്ങാണെൻ്റെ ദൈവം. അങ്ങയെ വായിച്ചും കേട്ടും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ പാതി ജീവിതം വേസ്റ്റായത്. അങ്ങയെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ പാതി ജീവിതം വേസ്റ്റായത്. Those 3 beautiful girls. നിനക്കറിയില്ലേ ജിജി മറോണിയെ? മഹാനായ കാൽപന്ത് കളിക്കാരനായിരുന്നു. ദാ എൻ്റെ മുമ്പിലിരിക്കുന്നു. ഇറ്റലിയുടെ മധു ചഷകമായിരുന്നു. എനിക്കറിയില്ല സാർ. 24-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. സ്വന്തം ആരാധകന്റെ കാർ ഇടിച്ചായിരുന്നു അപകടമരണം. അപ്പൊ സാർ ഒരു ഫുട്ബോൾ ഭ്രാന്തനാണല്ലേ? എന്തെങ്കിലുമൊക്കെ ഭ്രാന്തില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഇറ്റലിയിൽ അയാളൊരു ബഹിഷ്കൃതനായിരുന്നു. ഒരു പെഗ്ഗൂടി എടുത്തോ. ഓ, ഓക്കെ. ധൃതി വേണ്ട. ആ, സാറിന് ജിജി മറോണി അറിയോ? ആ, അത് വല്ല പുതിയ ബ്രാൻഡും ആയിരിക്കും. നമുക്കിവിടെ വന്നിട്ടില്ല. പുതിയ ഏത് ബ്രാൻഡ് വന്നാലും അയാളത് പരീക്ഷിക്കും. Hey manager, I need more. I'll be back, okay?
ഐ നോ യു ആർ ഡ്രങ്ക്, പക്ഷെ എത്ര കുടിച്ചിട്ടും നിനക്ക് മതിയാകുന്നില്ല. ഐ നോ ദാറ്റ്. വാട്ടർ, റണ്ണിങ് വാട്ടർ വിൽ നെവർ ഫ്ലോ ബാക്ക്. സോ ആസ് ലൈഫ്. സാർ എന്താ വേണ്ടത്? 4 ബാഗ് എടുത്തോ. ആ 4 ബാഗ് മാത്രം മതിയോ? ഒരുമിച്ചെടുത്തോളൂ. ഓ. പിന്നെ സോഡയും. കഴിക്കാൻ എന്തെങ്കിലും സാർ? അത് ചേട്ടാ, ഞങ്ങളെ സാറേ ഒന്ന് വിളിക്കണ്ട. ഈ ബാറൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നമുക്ക് വലിപ്പവും ചെറുപ്പമൊന്നും വേണ്ട. അപ്പോൾ 4 പെഗും ഒരു സോഡയും. ആ. ഓക്കെ. അവനെ ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ട്, പക്ഷേ ഓർമ്മ കിട്ടുന്നില്ല. അതെ, അവനൊരു ബ്രോക്കറാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവൻ എൻ്റെ കൈയുടെ ചൂടറിഞ്ഞിട്ടുണ്ട്. പെങ്ങളെ, ഓ, നിങ്ങൾ രാവിലെ തന്നെ വന്നോ? ഈ വീട് സ്ഥലവും വിൽക്കാനുള്ളതല്ലെന്ന് ഞാൻ നിങ്ങളോട് 100 വട്ടം പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ശല്യം ചെയ്യുന്നേ? ഞാൻ നല്ല മോഹവില വാങ്ങിത്തരാം. നിങ്ങൾ ഈ ബ്രോക്കർമാർ കാരണം ഈ സ്ഥലം വിൽപ്പനയ്ക്കില്ല എന്ന് ബോർഡ് വെക്കേണ്ടി വരും. ഇനി ഈ വീട്ടിൽ കയറി പോകരുത്. എടാ, ഏ, നീയാണ് എന്റെ പെങ്ങളുടെ വീടും സ്ഥലവും വിൽക്കാൻ ഒരുമ്പെട്ടിറങ്ങിയത്, നീയല്ലേ? വേണ്ട ചേട്ടാ, വേണ്ട. അയ്യോ, അപ്പോൾ ഈ ലോകത്തിന് സമാധാനമുണ്ടാവട്ടെ. ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും പെണ്ണുങ്ങൾ. വെൽക്കം മാം. ആ. How are you? ഫൈൻ, അങ്ങനല്ലേ പാടുള്ളൂ. ഓർഡർ എന്താണ് പറയേണ്ടത്? ഞാൻ പതിവായി കഴിക്കുന്നതന്നെ മതി. ആ. പറയാം. ഓക്കെ, താങ്ക് യു. കൊള്ളാം, ഇതെടുത്തു. അതെ, എനിക്ക് പോകാൻ ടൈമായി. പോയിട്ട് കൊഞ്ച് പ്രോഗ്രാം ഇருக்கு. ആ പോവല്ലേ, ഞങ്ങൾ ഇതൊക്കെ ഒന്ന് തീർത്ത് നമുക്ക് ഒന്നിച്ചു പോ. ആ, അത് വേണ്ട. ഇത് മുടിച്ചിട്ട് അടുത്ത ഓർഡർ பண்ணுவீங்கல்ல, എന്നെ വിട്ടേക്ക്. ഓ, അവള് പോക്കോട്ടെ. എന്നാ ശരി, നീ വിട്ടോ, നാളെ ഓഫീസിൽ കാണാം. ഓക്കെ. നീ ആ മോതിരം ഒന്നും അയച്ചു മാറ്റിയില്ലേ? എന്നമോ പോ. എടാ, ഞാൻ പോവാണ്. ബൈ. ബൈ. താങ്ക് യു.
കൂടൊഴിഞ്ഞ തേങ്ങൽ മാത്രം നീയെറിഞ്ഞു പോയോ? ഈ എരിഞ്ഞ തൂവൽ മാത്രം നീ മറന്നു പോയോ? ഈ അഗാധ രാത്രി മൂകം തനിയെ പാട്ടുമൂളവേ കൂടൊഴിഞ്ഞ തേങ്ങൽ മാത്രം നീയെറിഞ്ഞു പോയോ? നുരപതയും മൃതിചഷകം ഇതാ ശൂന്യമായി കരളോരം തേങ്ങലാണ് താനെ തോരുമോ? കൂടൊഴിഞ്ഞ തേങ്ങൽ മാത്രം നീയെറിഞ്ഞു പോയോ? വിട പറയും സ്മൃതിശലഭം ചിതാധൂളിയായി ഇരുളോരം തേടലാണ് നീയേ മാഞ്ഞുവോ? കൂടൊഴിഞ്ഞ തേങ്ങൽ മാത്രം നീയെറിഞ്ഞു പോയോ? ഈ അഗാധ രാത്രി മൂകം തനിയെ പാട്ടുമൂളവേ തേങ്ങൽ മാത്രം യെസ് സാർ. വൺ ലാർജ് പ്ലീസ്. ഏതാണ് വേണ്ടത് സാർ? ബിയറിന് ശേഷം വിസ്കി. വിസ്കി, ഓക്കെ. വിസ്കി മതി. താങ്ക് യു. വെൽക്കം. Yeah, man, life is short. Enjoy. Sure, sir. Enjoy your life. അയാള് പാടി പാട്ട് കൊള്ളായിരുന്നല്ലേ? പാട്ടോ? ഏത് പാട്ട് മാഡം? അപ്പൊ നീ കേട്ടില്ല? ഞാൻ മാത്രമേ കേട്ടുള്ളൂ. എന്തായാലും പാട്ട് കൊള്ളായിരുന്നു. കഴിക്കാൻ എന്താ വേണ്ടത് മാഡം? മാഡത്തിന് ഇഷ്ടപ്പെട്ട റാപ്പ് ട്രൈ ഉണ്ട്, ഒരു പോർഷൻ എടുക്കട്ടെ. ഇപ്പൊ ഈ വെടിയിറച്ചൊന്നും വരുന്നില്ലേ? കാട്ടുപോത്ത് മുള്ളമന്നിയൊന്നും മുമ്പുണ്ടായിരുന്നു മാഡം, അതൊക്കെ ഇപ്പൊ ഇല്ലീഗൽ അല്ലേ? ആ അത് ശരിയാ. ഇപ്പോ കാട്ടിലല്ലല്ലോ വേട്ട. നാട്ടിലെല്ലാരും കൂടെ പരസ്പരം വെടിവെച്ച് കൊല്ലല്ലേ? ഞാനിപ്പോ ന്യൂസ് ഒന്നും വായിക്കാറ് കേൾക്കാറില്ല മാഡം. അതെന്താ? പേടിച്ചിട്ടാ. ശരി ശരി, താൻ ചെല്ല്. താൻ ചെന്നിട്ട് നല്ല വരട്ടിയ മുയലിറച്ചി എടുത്തു. ശരി മാഡം.
ചക്കരേ ഡേ ചളവാക്കല്ലേ. എന്തു വാടേ ഇവൻ. ഫിറ്റായാലും സ്ഥിരം പരിപാടി. ഇവൻ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഒന്നല്ല പലതവണ. ഒരിക്കൽ ഒരു മരണ വീട്ടിൽ വെച്ച്, മറ്റൊരിക്കൽ ഒരു ഹർത്താൽ ദിവസം, പിന്നെ ട്രാപ്പ് ചെയ്ത് എത്രയോ വട്ടം പലയിടങ്ങളിൽ വെച്ച്. is beautiful. ബാനർ ബില്ലെടുത്തോ? ഇവനെ വേഗം വീട്ടിലെത്തിക്ക, ഇല്ലെങ്കിൽ പണി പാളും. തൂക്കിയെടുത്ത് വണ്ടിയിലടാ. പിന്നെ എനിക്ക് ഒരു പെഗൂടി വേണം. നേരത്തെ പറയാനല്ലേ? നിങ്ങൾ കിട്ടോ, ഞാനിവിടെ കുറച്ചു നേരം കൂടെ വന്നിരുന്നോട്ടെ. ഫ്രീ വേടേ ആയിക്കോട്ടെ, പിടിയിടാ. പതിയെ പതിയെ പതിയെ. ബായ് വിനയ. ബായ്. ഇവിടെ ഏതായാലും
എക്സ്ക്യൂസ് മീ മാം. താങ്ക് യു യക്മാൻ. യു ആർ വെൽക്കം മാം, യു ആർ വെൽക്കം. എടാ, ഈ ബാറിലിരുന്ന് വെള്ളമടിച്ച പ്രതിപക്ഷ നേതാവിന്റെ ഫോട്ടോ മുമ്പ് വൈറലായ. ഓ ഓ ഓ അത് ഈ ബാറാണല്ലേ? അത് മാത്രമല്ല, വേറെയും കുറെ പ്രത്യേകതകളുണ്ട് ഇതിന്. എന്ത് പ്രത്യേകത? ഈ സിറ്റിയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണിത്. അപ്പം ഇപ്പം ഞാനിന്ന് മദ്യപിക്കുന്നത് ഈ നഗരത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബാറിരുന്നാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് റെക്കോർഡ് വയ്ക്കണം. അതെങ്ങനെ? ബുർജ് ഖലീഫിന്റെ ബാറിലിരുന്ന് നമ്മൾ ഗ്ലാസ് മുട്ടിക്കുന്നു. എങ്കിലേ നീ ഓരോന്നോട് പറ. താൻ ആദ്യം അത് അടിച്ചു ചേർക്ക്. ഓക്കെ, എന്നിട്ട് പറയും. ഡൺ. Bearer, Mr. Bearer. എന്താ മാഡം? ഞാൻ റാബിറ്റ് ഫ്രൈ പറഞ്ഞായിരുന്നു, വന്നില്ല. അത് കുറച്ച് സമയം എടുക്കും മാഡം, അതുകൊണ്ടാണ്. ഉടനെ കൊണ്ടുവരാം. താനിരിക്കും, ഒരു കാര്യം പറയാനുണ്ട്. അയ്യോ മാഡം, കസ്റ്റമേഴ്സിന് മുന്നിലിരിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. താനും ലോകാണല്ലേ? എല്ലാ മനുഷ്യനും ലോകായിരിക്കുക. ഈ പറഞ്ഞ ഞാനാണ് എന്നെ പാസ്വേഡ് ഇട്ട് പൂട്ടിയിരിക്കുക. നിനക്കുണ്ടോ പാസ്വേഡ്? ഏടോ, എനിക്ക് തന്നെ എത്ര പാസ്വേഡ് ഉണ്ടെന്ന് തനിക്കറിയോ? ഇന്റർനെറ്റ് ബാങ്കിന് ഒരു പാസ്വേഡ്, സോഷ്യൽ മീഡിയക്ക് വേറൊരു പാസ്വേഡ്, ഫോണിനൊരു പാസ്വേഡ്, ജിമെയിലിനും ക്രെഡിറ്റ് കാർഡിനും ഡെബിറ്റ് കാർഡിനും ഒക്കെ ഉണ്ട് വേറെ വേറെ പാസ്വേഡ്. ഹ്യൂമൻ ബീയിങ് ഈസ് എ പാസ്വേഡ്. യു നോ വാട്ട്? ഇവിടെ നമ്മൾ മനുഷ്യന്മാർക്ക് ഓക്സിജൻ ഇല്ലാതെ വരെ ജീവിക്കാൻ പറ്റും. പക്ഷെ പാസ്വേഡ് ഇല്ലാതെ പറ്റില്ല. എനിക്ക് ഇത്തരം വലിയ കാര്യങ്ങളൊന്നും അറിയില്ല മാഡം. ദിവസമാണല്ലോ. താനെന്തെങ്കിലും പറഞ്ഞോ? ഹേയ്, ഒന്നുമില്ല മാഡം. എടോ, എനിക്ക് ഈ ആൾക്കാരുടെ രൂപവും പെരുമാറ്റം എല്ലാം കണ്ടിട്ട് അവരുടെ ഭൂതവും വർത്തമാനമൊക്കെ പ്രവചിക്കാൻ പറ്റും. സത്യം പറ, താൻ ഇന്ന് രാവിലെ തന്റെ ഭാര്യയുടെ അടുത്ത് വഴക്കിട്ടിട്ടല്ലേ ജോലിക്ക് ഇറങ്ങി? അത് സത്യമാണ് മാഡം. ആ റാബിറ്റ് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. താൻ പോയി എടുത്തിട്ട്. ഓക്കെ മാഡം, ഓക്കെ. സർ, തന്നോട് ഞാൻ പറഞ്ഞില്ലേ കസ്റ്റമേഴ്സുമായി അധികം എടുക്കാൻ പാടില്ലെന്ന്? അവരോട് കഥ പറയാനുള്ള സ്ഥലമല്ലത്. സർ, ഞാനൊന്നും സംസാരിച്ചില്ല. അവരാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനത് കേട്ട് നിന്നതേ ഉള്ളൂ. ഇനി മുതൽ താൻ കേൾക്കുകയും വേണ്ട. കേട്ടോളൂ, പോ. സർ. യെസ് സർ. Get me another whiskey, please. Thank you. Welcome, sir. Death is not the greatest loss in life.
The greatest loss in life is what dies inside us while we live. മാഡം, റാബിറ്റ് ഫ്രൈ. Rabbit fry. സർ, കഴിക്കാൻ എന്തെങ്കിലും? I don't want anything. You want bubble gum? വേണ്ട സർ. Okay. ഇനി എന്തെങ്കിലും വേണോ? പറയാം. സർ, സർ, എന്താ ഇതൊക്കെ? സർ, എന്താടോ? സർ, ആകെ കുഴപ്പമായി എന്നാ തോന്നുന്നേ. അയാൾ പോയി. താൻ എന്തൊക്കെയാടോ പറയണ? അനങ്ങുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഉടൻ മരിച്ചൊരു ശരീരം തൊടുന്നത്. ജീവൻ പോയത് ശരിക്കും അറിയാൻ പറ്റി. താനൊന്ന് പതുക്കെ പറയടൂ. ഞാനൊന്ന് മുതലാളിയെ വിളിച്ചു നോക്കട്ടെ. താൻ പോയി കൊടുത്തിട്ടോ? എന്താ മാഡം? എടോ, ഇതിന് ഉപ്പില്ല, ഇതിനൊട്ട് മുളകുമില്ല. ഉപ്പ് കൊണ്ടുവരാം മാഡം.
ചത്തിട്ടില്ലെന്ന് തോന്നുന്നു. മുയൽ ചത്തിട്ടില്ല. ഉപ്പ് കൊണ്ടുവരാം മേഡം. മുയൽ ചത്തിട്ടില്ല, ചത്തിട്ടില്ല. ഹലോ സാർ, ആ ആളിൻ്റെ പൾസ് ചെയ്യാൻ നോക്കി സാർ. ആള് തീർന്നിട്ടുണ്ട്, ഒരനക്കവും സംഭവം വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ, ആരും അറിഞ്ഞിട്ടില്ല. ആരും അറിയരുത്. എന്റെ ബാറിൽ യാതൊരു അനിഷ്ട സംഭവം നടക്കാൻ പാടില്ല. അത് എനിക്കും നാണക്കേടാണ്. ശരി സാർ. സാർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് സാർ? ആരും അറിയാതെ ബോഡി ബാറിൽ നിന്ന് മാറ്റണം. മരിച്ചവരൊന്ന് ബാറിൽ വന്നിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ശരി സാർ. ഓക്കെ സാർ. ഞാൻ സെക്യൂരിറ്റിയോട് മെയിൻ ഡോർ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുതുതായി ആരും ഇങ്ങോട്ട് കയറിയില്ല. ആരും അറിയാതെ നമുക്ക് ഈ ബോഡി ഇവിടെ നിന്ന് മാറ്റണം. മരണം പുറത്തിറങ്ങി നമ്മുടെ രണ്ടിൻ്റെയും പണി പോകും. എനിക്കൊരു ഐഡിയ ഇല്ല സാർ. ഞാൻ പറയണ പോലെ അങ്ങോട്ട് കേട്ടേച്ചാൽ മതി. താൻ അധികം ചിന്തിക്കൊന്നും വേണ്ട. മരണം നടന്നായിട്ട് ഭാവിക്കേ വേണ്ട. തൽക്കാലത്തേക്ക് താൻ പോലെ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യും. ഇനി എന്തെങ്കിലും വേണോ സാർ? എടാ, ഈ കടം വന്ന് ആത്മഹത്യ ചെയ്ത കർഷകരുണ്ടല്ലോ, അവരുടെ തലയോട്ടിയുമായി സമരം ചെയ്ത കൃഷിക്കാരുടെ പ്രതിഷേധം അത് ഈ ഉപ്പ് സത്യാഗ്രഹത്തെക്കാളും മാത്രമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ ജനതയ്ക്ക് അന്നം തരുന്നവരെ ദ്രോഹിക്കുന്നത് അത് രാജ്യദ്രോഹമാണ്. ഐഡിയോളജി കൊണ്ട് മാത്രം ഒരു ജനതയെ തീറ്റിപ്പോറ്റാൻ പറ്റൂല. അതിന് അന്നവും വേണം, മനസ്സിലായ? കർഷകരെ മറന്ന് ലോകത്ത് ഒരു രാജ്യത്തിനും നിലനിൽപ്പില്ല. ശരിയാണ്. കൃഷിയാണ് മനുഷ്യന്റെ സംസ്കാരം. പക്ഷെ അതെങ്ങനെ? നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് മറ്റു പല കൃഷിയോടാണല്ലോ താല്പര്യം. വ്യവസ്ഥിതി എനിക്കോ നിനക്കോ ഈ കള്ളുകൂടി ചർച്ചയിൽ ചോദ്യം ചെയ്യാൻ പറ്റുമോ? നമുക്കിപ്പോ കള്ള് മാത്രം കുടിക്കാം. നടക്കണ കാര്യം. യെസ് യെസ്, ഈ ബാർ ഒരു ഫുട്ബോൾ ഭ്രാന്തന്റെ പാർലമെന്റ് ആണ്.
പോയി നോക്കൂ. സാർ സാർ ഹലോ. എന്താ സാർ? വാഷ്റൂം അവിടെ. വാഷ്റൂം എവിടെയാ സാർ? അവിടെ കളർ നല്ല ടാങ്ക് ആണെന്ന് തോന്നുന്നു. അടിച്ച് കെണ്ടി അയക്കണ കണ്ടാ സാർ? വാഷ്റൂം വാർദ്ധക്യം ഇങ്ങനെ ആഘോഷിക്കണം. വാഷ്റൂം അവിടെ അല്ലേ? അതെ സാർ, അവിടെയാ. ഇതൊക്കെ ഞാനേ പോയിട്ട് വരാം. ഇയാളുടെ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആരെന്താന്നൊരു ഒരു പിടിയും കിട്ടണില്ലല്ലേ. ഇതാണ് ചെകുത്താൻ ഡോക്ടർ. എന്റെ വല്യപ്പച്ചന്റെ കാല് മുറിച്ച പന്നി. രോഗി നല്ല പുകവലിക്കാരനായിരുന്നില്ലേ? നിക്കോട്ടിൻ കാലിൻ്റെ ഞരമ്പുകളിൽ അടിഞ്ഞുകൂടി രക്തയോട്ടം നിലച്ചിരിക്കുന്നു. പഴുപ്പ് മുകളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. കാല് മുറിച്ച് കളയേണ്ടി വരും. അത്രയും കാശ് ഞങ്ങളുടെ ഇല്ല സാറേ. കാശില്ലാതെ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, ഒരു 3 തവണയായിട്ട് അടച്ചാൽ മതി. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ഹോസ്പിറ്റലിൽ കാല് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. അതിനുള്ള കാശ് കുറച്ച് തന്നാൽ മതി. അച്ചോ, കാല് സെമിത്തേരിയിൽ അടക്കാനുള്ള അനുമതി തരണം. വീട് നിലനിൽക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആലോചിച്ചിട്ട് വേറൊരു മാർഗവും കിട്ടുന്നില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അവയവം സംസ്കരിക്കാൻ നമ്മുടെ സഭാ നിയമം അനുവദിക്കുന്നില്ലല്ലോ മോനെ. ഒരു സത്യക്രിസ്ത്യാനിയുടെ കാലാണച്ചോ. അത് ഒരു പട്ടിക്കോ കഴുകനോ ഇട്ടുകൊടുക്കാനോ പുറമ്പോക്കി തള്ളാനോ മനസ്സ് സമ്മതിക്കുന്നില്ല. അച്ഛൻ കനിയണം. ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി കൂദാശയോ ഒപ്പീസോ ഒക്കെ ചെയ്യാൻ സഭാ നിയമം അനുവദിക്കുന്നില്ല. പിന്നെ നമുക്ക് നോക്കാം. വാ പോകാം. വാടാ. ആ മൂടി ഒന്ന് മാറ്റും. അത് മൂടി അങ്ങോട്ട് താഴേക്ക് വെക്കാം.
എന്നെ കനിവോടോർക്കണമേ. മാമക ജീവിതമൊരു നിഴൽ പോലെ മായുകയാണീ മണ്ണിൽ. ആഴമതിൽ ഞാൻ തേടുകയാണെൻ അഴലുകൾ നീക്കണമേ. എന്നുടെ രോദന നിനദം കേൾക്കാൻ നിൻ ചെവി ചായിക്കണമേ. നരരുടെ ദൃഷ്ടിയിൽ നിന്നും അവരുടെ സ്മരണയിൽ നിന്നുമിതാ മറയുകയാണി കാലമതിന്നുടെ തിരശീലയതിനുള്ളിൽ. മാലാഖമാർ നിരതിരയായി ആഗതമായിടട്ടെ, ആഗതമായിടട്ടെ. ഇയാളെ എന്റെ വല്യപ്പച്ചന്റെ കാല് മുറിച്ചത്. കാല് കുറുക്കം മാന്തോന്ന് ഭയന്ന് ആദ്യ പിടിച്ചാണ് എന്റെ വല്യപ്പച്ചൻ മരിച്ചത്. എനിക്ക് ആളെ കൊല്ലണം. കൊലിഞ്ഞാളാ. എന്താ സാർ പുറകുവശത്തോട് പോയത് മുൻവശത്ത് വാതിലടച്ചിരിക്കുക. ബെസ്റ്റ്. എടോ, കാര്യങ്ങൾ കൈവിട്ട് പോകാതെ നോക്കണം. ഈ ജോലി പോയി കഴിഞ്ഞാൽ ഈ പ്രായത്തിൽ തനിക്ക് ഇനി വേറൊരു ജോലിയും കിട്ടാൻ പോകുന്നില്ല. സർ, ശവത്തിൻ്റെ ചൂടാറും മുമ്പേ അതിനെ പിടിച്ച് കിടത്തിയില്ലെങ്കിൽ പിന്നെ എല്ലൊക്കെ ചവിട്ടി ഓടിക്കേണ്ടി വരും കിടത്താനായിട്ട്. എടോ പിശാചെ, ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ. സാറിപ്പോൾ വിളിക്കും, എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. എന്താ സർ? അയാൾ എന്താടോ കുറെ സമയമായിട്ട് ഇങ്ങനെ പ്രതിമയെ പോലെ അനങ്ങാതിരിക്കുന്നു? അയാളെന്താ തട്ടിപ്പോയോ? സർ, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ സർ? എക്സാക്ട്ലി. അല്ലെങ്കിലും ഈ ബാറിൽ വരുന്നവരൊക്കെ എന്നോ മരിച്ചു പോയവരാണ്. സർ, സാറിന് ഇനി എന്തെങ്കിലും വേണോ? ഞാൻ ബില്ലെടുക്കട്ടെ സർ? പറയാം. Bearer. Sir. ബാഗ് താൻ വെച്ചോ. താങ്ക് യു സർ. സാർ, ഇത് തനിക്കുള്ള ട്രിപ്പ്. ഉടഞ്ഞു കളയുന്ന ഓർമ്മകൾക്കൊപ്പം ഇതും പൊക്കോട്ടെ. അദ്ദേഹത്തിന് വേണ്ടാത്തത് വിരലിൽ നിന്നില്ല.
എടുക്കണോ പോയി മാഡം ഓൾഡ് മാൻ അല്ലേ? അയാൾ എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ വയസ്സായ പോലെ ഉണ്ട്. എനിക്കറിയില്ല മാഡം. മേഡത്തിന്റെ കാര്യം തന്നെ എടുക്കാം. മേഡം നിത്യവും ഇവിടെ വരുന്നുണ്ടെങ്കിലും മേഡം ആരാണെന്നോ എന്ത് ചെയ്യുന്നുവെന്നോ എനിക്കറിയില്ല. ഇവിടെ വരുന്നവരുടെ അഭിരുചികൾ മാത്രമേ എനിക്കറിയൂ. ഞാനോ? I am Lady Macbeth. ഹലോ സാറേ. ഇല്ല സാറേ, രണ്ടുപേരും കൂടി ഉണ്ട് പോവാൻ. ശരി സാറേ. സാറേ, ഇനിയും വൈകിയ പ്രശ്നമാവും. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ. താനിങ്ങോട്ട് പാടും, ഇങ്ങോട്ട് കയറി പാടും. സാറേ, സാറിലെ പറയാറ് ഡ്യൂട്ടി സമയത്ത് കഴിക്കരുതെന്ന്. എക്സ്ട്രാ ഡ്യൂട്ടികളല്ലേ, അടിക്കിടും. സാർ, ഒരു പെക്കും കൂടി ആവാം. നല്ല ടെൻഷനുണ്ട്. ആരാ? ഇത് എബ്രാഹിമിന്റെ വീടല്ലേ? അതെ, പക്ഷെ ഞങ്ങൾ എവിടെ ഇപ്പം വാടകയ്ക്ക് താമസിക്കണേ? ഒറ്റയ്ക്കാണോ? മേ ഐ കം ഇൻ?
മിസ്റ്റർ ബെയർ, എനിക്ക് ഇയാളെ കൊല്ലണം. എനിക്ക് എങ്ങനെയെങ്കിലും ആ ശല്യത്തിനൊന്ന് ഒഴിവാക്കടൂ. ബില്ലെടുത്തോ? അയാൾ ആരാണ്? എനിക്ക് എവിടെയോ നല്ല അടുപ്പമുള്ള ആളെ പോലെ ഉണ്ട്. ഒരാളെ പോലെ 7 പേരുണ്ടാവുന്നല്ലേ സാറേ? ശരി സാർ. അയാൾ എൻ്റെ പ്രിയപ്പെട്ട ഫുട്ബോൾ കോച്ചായിരുന്നു. ബൈ ബൈ കോച്ച്. ഗുഡ് ജോബ്. വാ, നീ ജിജി മറോണിയെ പോലെ മഹാനായ ഒരു ഫുട്ബോളറാണ്. ഒരു റിബൽ. നാല് മണിക്കൂർ മുമ്പ് അടിച്ച ബില്ല. ഇത് ഈ ശവത്തിന്റെ പോക്കറ്റ് കിടക്കും. മരിച്ചവരോടെങ്കിലും സത്യസന്ധമായിട്ട് പെരുമാറാൻ പഠിക്കണം. എന്താണ്?
നല്ല മനുഷ്യന്മാരൊക്കെ എത്ര വിധത്തിലാണ് മരിച്ചു പോകുന്നത്. അയാളെ കണ്ടിട്ട് അത്ര നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് കുറേ ചെറുപ്പക്കാർ ഉരുട്ടിക്കൊന്നൊരു പോലീസ് ഓഫീസറുടെ ലുക്കുണ്ട് അയാൾക്ക്. ഹലോ സാറേ, പറഞ്ഞോളൂ. ആ ഇപ്പോൾ പറയാം. സാറേ ഒന്ന് ഹോൾഡ് ചെയ്യും. സർ എനിക്ക് ഒരു പെഗ് കൂടി വേണം സർ. അതൊന്നും ശരിയാകില്ല. ജോലി സമയത്ത് കള്ളു കുടിക്കരുതെന്ന് തനിക്കറിയില്ലേ? ഇതൊക്കെ പ്രത്യേകം പറയണോ? തനിക്കൊന്നും ബോധമില്ലേ? ഹലോ സാറേ, പറഞ്ഞോ. ഇവിടെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. കസ്റ്റമേഴ്സൊക്കെ വന്നു തുടങ്ങി. കുഴപ്പമില്ല. ഓക്കെ സാർ. ഓക്കെ. താനിത് എവിടെ പോയി കിടക്കിടൂ? കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? തന്നെയൊക്കെ പണിക്കെടുത്ത് എന്നെ വേണം പറയാൻ.